ഹലോ, ചാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മോളുടെ വക ഒരു വിഭവം ഞങ്ങൾ കഴിച്ചു. അടിപൊളി ടേസ്റ്റ്. ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റിലുള്ളൊരു വിഭവം. ഇതിൽ റൈസ് ഒട്ടുമില്ല, കോളിഫ്ലവർ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനും അതുപോലെ ജോലിക്കാർക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൈഡ് കോളിഫ്ലവർ. റൈസ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിൽ റൈസ് ഇല്ല. കോളിഫ്ലവർ വെച്ചിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ്, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കാപ്സിക്കവും ക്യാരറ്റും കുറച്ച് ക്യാബേജും ഒക്കെ ചേർത്തിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ഫ്രൈഡ് കോളിഫ്ലവർ. ഫ്രൈഡ് റൈസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ, റൈസ് ഇല്ല. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കം, ഇതുപോലെ ഒരു വിരലിൻ്റെ ഒരു നീളത്തിൽ കട്ട് ചെയ്തത്, പിന്നെ അതുപോലെ ക്യാരറ്റ്, ഒന്നോ രണ്ടോ ക്യാരറ്റ് കട്ട് ചെയ്തത്, ഒരു മീഡിയം സവാള നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു ഫുൾ കോളിഫ്ലവർ, 2 മുട്ട. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകളും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ കോളിഫ്ലവർ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിന് ബെസ്റ്റാണ് ഈ ഒരു ചോപ്പർ. ഇതിലേക്ക് കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് ഒരു 4-5 പ്രാവശ്യം നിങ്ങൾ വലിക്കുമ്പോഴേക്കും നല്ല പൊടിയായിട്ട് കിട്ടണം. നമുക്കതാണ് വേണ്ടത്. അതായത് ഒരു റൈസ് പോലെ നമുക്ക് തോന്നിക്കണം. ഇനി ക്യാബേജും ഒരു 1/4 പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട്, അതും ഇതേപോലെ തന്നെ പൊടിയായിട്ട് അരിയാം. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4 ചെറിയ സൈസ് വെളുത്തുള്ളി ചതച്ച് വെച്ചത്, 1/2 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചത്, പിന്നെ സോയാ സോസ്, ചില്ലി സോസ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ചൂട് കട്ടിയുള്ളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ആദ്യം ക്യാരറ്റും സവാള അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ച് 2 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം ഇളക്കാനായിട്ട്. ഒരു മിനിറ്റ് നേരമൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇളക്കിയതിന് ശേഷമാണ് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് 2 മിനിറ്റ് മൂടി വയ്ക്കുന്നത്. സാധാരണ ഇതുപോലെ ചൈനീസ് ടൈപ്പിലുള്ള കുക്കിങ്ങിൽ ഹൈ ഫ്ലെയിമിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുക, നല്ല ഹൈ ഫ്ലെയിമിൽ. അപ്പോൾ നല്ല പുകയും ഇതൊക്കെ വരും. നമ്മൾ വീട്ടിലായതുകൊണ്ട് അങ്ങനെ ആ ഒരു പ്രോസസ്സിലേക്ക് പോയിട്ടില്ല. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്, അതാണ് ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു 2 മിനിറ്റ് വെച്ചപ്പോഴേക്കും ക്യാരറ്റും സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് വീണ്ടും ഒരു മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം. അപ്പോൾ ക്യാപ്സിക്കാണല്ലോ, പെട്ടെന്ന് അത് കുക്കായി കിട്ടും. അതിലേക്ക് ഇനി ബാക്കിയുള്ള ചേരുവകൾ, അതായത് ക്യാബേജും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതും കൂടെ ചേർക്കണം. അപ്പോൾ ക്യാബേജ് ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി വെജിറ്റബിളും കൂടെ ചേർക്കാം. ഒന്നിച്ചിട്ട് ഇളക്കിയാലും മതി കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ചൂട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് നല്ലൊരു ചൂട് എപ്പോഴും കിട്ടും. ഇനി ഇത് ഒന്ന് മൂടി വയ്ക്കാം. ഒരു 2 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. അതിനിടയിൽ നമുക്ക് മുട്ട പൊട്ടിച്ചത് ഒന്ന് ഉടച്ചെടുക്കാം. നന്നായി ഉടച്ചിട്ടുണ്ട്. ഇനി ഈ വെജിറ്റബിൾ ഒന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ആ നടുവിലെ ഭാഗത്തായിട്ട് മുട്ട അടിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ മുട്ട മിക്സ് മാത്രമായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു പകുതി ഭാഗമാകുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചാക്കി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാം ഒന്ന് മിക്സായി എന്ന് വരുമ്പോൾ നമുക്ക് കോളിഫ്ലവർ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. പൊടിയായി അരിഞ്ഞത് കൊണ്ട് കോളിഫ്ലവർ പെട്ടെന്ന് പാകമായിട്ട് കിട്ടും. ഇപ്പോൾ കണ്ടോ, ഒരു റൈസ് ചേർത്ത പോലെയല്ലേ തോന്നുന്നത്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ മുട്ടയുടെ മിക്സും വെജിറ്റബിളും എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ ചില്ലി സോസ് ചേർക്കാം. ചില്ലി സോസിന് പകരമായിട്ട് ഇവിടെ ഇത് ജർമ്മനിയിലാണ് കേട്ടോ. അപ്പോൾ ഒരു സാമ്പൽ ഓയിലെക്സ് എന്ന് പറയുന്ന ഒരു പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇത് ചില്ലിയും പിന്നെ ക്യാപ്സിക്കം ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു സോസാണ്. അപ്പോൾ അത് ഇല്ലെങ്കിൽ ചില്ലി സോസ് ചേർത്താലും നമുക്ക് ആ ഫ്രൈഡ് റൈസിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിൽ അജിനോമോട്ടോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ആ സോസുകളൊക്കെ ചേർത്ത് എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഉപ്പ്, ഈ സോയ സോസിലും ഒരു ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാം. ഇനി ഒരു
3-4 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ മൂടി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്രൈഡ് കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു ഡിഷാണിത്. ഇപ്പോൾ ജോലിക്കൊക്കെ പോണവർ, ഇത്തിരി തിരക്കൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. കാരണം പ്രിപ്പറേഷനൊക്കെ തലേദിവസം ചെയ്ത് വെച്ചാൽ പിന്നെ ഒരു 5 മിനിറ്റിൻ്റെ പണിയുള്ളൂ ഇത് ചെയ്യാനായിട്ട്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് കൊടുത്താക്കാനാണെങ്കിൽ നല്ലതാണ്. കാരണം എല്ലാം നല്ല വെജിറ്റബിളാണ്. ഇതിൽ അങ്ങനെ മോശമായിട്ടുള്ള ഒന്നും തന്നെ ചേർക്കുന്നില്ല. ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ടാൽ ഇനിയും ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നല്ല പൊരിച്ച ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഉഷാറാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. താങ്ക്